അയാൾ ലാലേട്ടനെ കുറ്റം പറഞ്ഞാണ് നടക്കുന്നത്. ആ പറയാൻ പറ്റില്ല. അവന് വിദ്യാഭ്യാസം എന്താ മണ്ടേ കയറിയതിൻ്റെ കിറുക്കാണ് അവന്. തിരുവനന്തപുരത്ത് നിന്ന് ഒരെണ്ണം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ കണ്ടായിരുന്നു, തുപ്പലെണ്ണൻ. അത് എൻ്റെ പേര് തുപ്പലെണ്ണെന്ന് പറഞ്ഞത്. എനിക്കതിൽ നാണക്കേടൊന്നുമില്ല. മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറുമാണ്. അപ്പോൾ നമ്മൾ അവരെ സിനിമ കൊള്ളൂലെങ്കിലും നമ്മൾ അവരെ പറയാൻ പാടില്ല. അതേ ചെറുതാനേ വീണ്ടും വന്നിരിക്കുകയാണ്. എൻ്റെ വീഡിയോ കണ്ട് റിയാക്ട് ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ റിയാക്ട് ചെയ്യാവൂ. തൊപ്പി ഉണ്ടല്ലോ മറ്റേ ആ വേട്ടവളിയെ, തൊപ്പി എന്ന മരവാഴയെന്നേ പറയുള്ളൂ. അവർ ഭയങ്കര സ്റ്റാൻഡേർഡാണ്, അവന് ഭയങ്കര ഫാൻസാണ്, എല്ലാം ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. കാര്യം അവൻ എന്നെ ഓപ്പണായിട്ടാണ് ചീത്ത വിളിച്ചത്. അതാണ് അവൻ്റെ സ്റ്റാൻഡേർഡ്. എന്നെ കോമാളിയാക്കാനാണ് ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത്. പിന്നെ അവർ കോമാളിയല്ലേ കാണിക്കുന്നത്, കോമാളിത്തരമല്ല കാണിക്കുന്നത്. അല്ല, ഞാൻ നിങ്ങൾ ആവശ്യമില്ലാത്ത ചോദ്യം എൻ്റെ അടുത്ത് ചോദിക്കണ്ട. ഞാൻ ഒരു നല്ല കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്ക് ആരും അംഗീകരിക്കണില്ല. പിന്നെ ഞാനൊരു കോമാളിയായപ്പോൾ എല്ലാവർക്കും നെഗറ്റീവ് മതി. അതായത് ഇപ്പം അങ്ങനല്ലേ ബിഗ് ബോസിൽ ചെന്നിട്ട് ഒരു ജാസ്മിനെ വെച്ച് ഇനി വയ്യ. പിന്നെ ഞാനും കൂടെ പോയി കഴിഞ്ഞാൽ ഇതിന് അപ്പുറമായിരിക്കും. നമസ്കാരം ചേട്ടാ. നമസ്കാരം. സുഖമാണോ? പിന്നെ പരമാനന്ദര സുഖം. സത്യം പറഞ്ഞാ എനിക്ക് ചേട്ടന്റെ പേരറിഞ്ഞൂടാ. പലരും പല വീഡിയോയ്ക്കും പല വീടുകളാണ് കിട്ടുള്ളത്. ചേട്ടന്റെ യഥാർത്ഥ പേരെന്താണ്? യഥാർത്ഥ പേര് ഷാനു കുളത്തൂർ എന്ന് പറയും. ചേട്ടൻ ഈ സിനിമ റിവ്യൂ പറയുന്നതിലേക്ക് തിരിയുള്ള കാര്യം എന്താണ്? സിനിമയിൽ റിവ്യൂ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. അപ്പം വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു കലയെ സ്നേഹിച്ചതാണ്. ഇപ്പോഴും കലയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കലാകാരനാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വണ്ടി ഓടി കിട്ടുന്ന 5ഉം 10ഉം ഒക്കെ വെച്ച് കൂട്ടി ഷോർട്ട് ഫിലിമും പിന്നെ ഓരോ സിനിമയിലെ പഴയ ഗാനങ്ങളൊക്കെ എടുത്ത് ആൽബം ചെയ്യുകയും ഷോർട്ട് ഫിലിം ചെയ്യുകയും ഇതെല്ലാം ചെയ്തിട്ട് നമ്മളത് കാണാൻ ആരുമില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് ആറാട്ടണ്ണനും അലിൻ ജോസും പോലുള്ളവർ കോമാളിത്തരങ്ങൾ കാണിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കോമാളിയാണ് അവർ. കോമാളിത്തരങ്ങളെ കാണിച്ചപ്പോഴത്തേക്ക് അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം അവരെ ബാക്കിലോട്ട് അങ്ങ് തിരിഞ്ഞു. അപ്പോൾ നമ്മളിത് ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല. പിന്നെ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ? ഞാനും ചെയ്ത്. അത് തന്നെയാണ് ഇതിൻ്റെ സംഭവം. ലാലേട്ടൻ്റെ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്കാണ്, ആറാട്ടം എന്നുള്ള സിനിമ ഇറങ്ങിയപ്പോഴത്തേക്കാണ് അയാൾ ആറാടുകയാണെന്ന് പറഞ്ഞ്, അങ്ങനെയാണ് അയാൾ ഫസ്റ്റ് റിവ്യൂ പറഞ്ഞ് അയാൾ ലാലേട്ടനെ കുറ്റം പറഞ്ഞാണ് നടക്കുന്നത്. ആ പറയാൻ പറ്റില്ല. അവന് വിദ്യാഭ്യാസം എന്താ മണ്ടേ കയറിയതിൻ്റെ കിറുക്കാണ് അവന്. പിന്നെ ഒന്നാമതായാലും പിന്നെ അവന് പെണ്ണ് കിട്ടിയിട്ടില്ല. അതിൻ്റെ അതൊക്കെ ഇടപെടേണ്ട ആർക്കും ആറാട്ടാണ് സന്തോഷം വർക്കിക്ക്. അപ്പോൾ ലാലേട്ടൻ്റെ പടം കൊള്ളൂല്ലെങ്കിൽ ലാലേട്ടൻ കൊള്ളൂല, മമ്മൂക്കയുടെ പടം കൊള്ളാമെങ്കിൽ മമ്മൂക്ക കൊള്ളാം. ഇപ്പം മമ്മൂക്ക ഫാനെന്ന് പറഞ്ഞാണ് നടക്കുന്നത്. എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് റിവ്യൂ പറയും. ഇതാണ് പുള്ളിയുടെ ജോലി. അപ്പോൾ ഞാൻ പിന്നീട് നോക്കിയപ്പോൾ അടുത്ത അവതാരം അലിൻ ജോസ്. അവൻ്റെ കണ്ട് എനിക്ക് വയ്യ. അങ്ങനെയാണ് ഞാൻ സഖിയായിട്ട് ഞാൻ പറഞ്ഞത്, നിൻ്റെ മൂലത്തിൻ്റെ വരി ചേർത്തോളയെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു നിൻ്റെ മൂലത്തിൻ്റെ വരി ചേർക്കുമെന്ന് പറഞ്ഞു. അവരെ പറ്റി മാത്രമല്ല, ചെകുത്താനെ പറ്റിയും പറഞ്ഞിട്ടില്ലേ? ചെകുത്താനെ പറഞ്ഞു. ചെകുത്താനെ പറഞ്ഞിട്ടുണ്ട്, അലിൻ ജോസിനെ പറഞ്ഞിട്ടുണ്ട്, ആറാട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവരെ മൂന്നോരെ ഞാൻ പറഞ്ഞത്. ഞാൻ അവിടെ വന്ന് ആദ്യം ആറാട്ടാൻ്റെ കവാലടിച്ച് പൊട്ടിച്ചളയെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറയും നിൻ്റെയൊക്കെ മൂലത്തിൻ്റെ വരി, മൂലത്തിൻ്റെ വരി ഞാൻ ചെകുത്താനടുത്ത് ഞാൻ ഇപ്പോഴും പറയല്ലേ, എൻ്റെ അടുത്ത് മത്സരിക്കാൻ പറയാം, കയറി വരാൻ പറയാം. ഇങ്ങനെ പറഞ്ഞ് ഈ വീഡിയോ ഇട്ടതിന് ശേഷം അവരാരെങ്കിലും വിളിച്ച് ഭീഷണിപ്പെടുത്തും, അവരുടെ സുഹൃത്തുക്കളാരെങ്കിലും വിളിക്കും? അത് ചെകുത്താൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ മൈക്ക് കൊണ്ടുപോയിട്ട് ആറാട്ടെണ്ണ അലിൻ ജോസിൻ്റെ അടുത്ത് പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് ഒരെണ്ണം വരുന്നുണ്ടെന്ന് പറഞ്ഞ്. അത് ഞാൻ കണ്ടായിരുന്നു, തുപ്പലെണ്ണൻ. അത് എൻ്റെ പേര് തുപ്പലെണ്ണെന്ന് പറഞ്ഞത്. എനിക്കതിൽ നാണക്കേടൊന്നുമില്ല. ഞാനൊരു കലാകാരനാണ്, എനിക്കതിൽ അഭിമാനമുള്ളൂ. ചെകുത്താൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആളെയാ നീ വാ എൻ്റെ അടുത്ത് മത്സരിക്കാൻ വാ, എനിക്കൊരു പ്രശ്നമില്ല, നീ വാളിയാ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് വാ ഞാൻ പറഞ്ഞു. പക്ഷേ അളിയെ ഇതോടൊപ്പം പേടിച്ചിട്ട് എൻ്റെ വീഡിയോയ്ക്ക് വരാൻ ഭയങ്കര. അതുകൊണ്ട് അളിയൻ്റെ കൂടെ ഒരു ചിങ്കിടിയുണ്ട്. അവരാണ് ഇപ്പോൾ എടുത്ത് പറയുന്നത് തുപ്പലെണ്ണ വന്ന് നിങ്ങളെ കവാല അടിച്ച് പൊട്ടിക്കും. അലിൻ ജോസിൻ്റെ അടുത്തും ആറാട്ടൻ്റെ അടുത്തും അത് പറഞ്ഞായിരുന്നു. അവർ കണ്ടായിരുന്നു. ആറാട്ടെണ്ണ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ റിയാക്ട് ചെയ്തായിരുന്നു. പിന്നെ റിയാക്ട് ചെയ്തിട്ട് പറഞ്ഞ് നീ ഇനി കൊച്ചിയിലോട്ട് ഓടാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കൊച്ചിയിലോട്ട് പോകാൻ വേണ്ടി ഭയങ്കര ബിൽഡപ്പായിരുന്നു. ഞാൻ പോകും കേട്ടോ, അതിൽ വേറെ മാറ്റമൊന്നുമില്ല. ഞാൻ പോയിരിക്കും. ഞാൻ പോയി 1-2 കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു മോഹൻലാലിൻ്റെ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് പുള്ളി ഇത്രത്തോളം വൈറലായത്. ആറാട്ടെണ്ണം വൈറലായത്. പിന്നെ മോഹൻലാൽ കൊള്ളൂലെന്ന് പറയേണ്ട കാര്യം ഇയാൾക്കില്ല.
കാര്യം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മലയാളത്തിലെ 2 മഹാനടന്മാരുണ്ട്, മോഹൻലാൽ മമ്മൂട്ടി, മെഗാസ്റ്റാറും സൂപ്പർ സ്റ്റാറുമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അവരെ സിനിമ കൊള്ളൂലെങ്കിലും നമ്മൾ അവരെ പറയാൻ പാടില്ല. അത് ഡയറക്റ്റ് ചെയ്യുന്ന ഡയറക്ടർ, സ്റ്റോറി ആരാണോ കൊടുക്കുന്നത്, നമ്മൾ അവരേക്കാണ് പറയേണ്ടത്. അവർക്കുള്ള റോൾ എന്താണോ കൊടുക്കുന്നത് അവരെ അതിൻ്റെ രീതിയിൽ അങ്ങ് ചെയ്യും. അത് ഈ സന്തോഷ് വർഗി ഈ കിഴങ്ങ ഈ മഹിമ നമ്പ്യാറിനെ കെട്ടോളെന്ന് പറഞ്ഞ യവന് എന്ത് യോഗ്യത ഇരിക്കണം പറയാനായിട്ട്? അല്ലെങ്കിൽ തന്നെ യവന് 2000 രൂപ ഒരു ഇൻ്റർവ്യൂവിന് കൊടുത്തോളന്ന്. എന്തോന്ന് ചെയ്തിട്ടാണ് യവൻ 2000 രൂപ? അതിനുള്ള യവന് എന്തോന്ന് യോഗ്യത ഇരിക്കുന്നവന്? ഈ ആറാട്ടെണ്ണെന്ന് പറഞ്ഞാൽ അവന് എന്തൊന്ന് യോഗ്യത ഇരിക്കുന്നത്? ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആണോ? ഒരു ഫിലിം ആർട്ടിസ്റ്റ് ആണോ? അല്ലെങ്കിൽ വലിയ സെലിബ്രിറ്റി ആണോ? യവൻ ലാലേട്ടൻ്റെ പടം ആറാട്ട് ഇറങ്ങിയതിന് ശേഷമല്ലേ അവൻ ഇതായി തുടങ്ങിയത്, ലോകം മൊത്തം ആയി തുടങ്ങിയത്. അപ്പോൾ ആര് കാരണം? ലാലേട്ടൻ മുഖേന. പിന്നെ ലാലേട്ടനെ കുറ്റം പറഞ്ഞ് നടക്കേണ്ട കാര്യമല്ല അവനുണ്ടാ. ഇവന് കാണുന്ന നടിമാരെല്ലാവരും ഭയങ്കര ഇഷ്ടം. അതാണ് ഞാൻ പറയണത്. അതെ, ചെറുതാനെ വീണ്ടും വന്നിരിക്കുകയാണ്. എൻ്റെ വീഡിയോ കണ്ട് റിയാക്ട് ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ റിയാക്ട് ചെയ്യാവൂ. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഞാൻ പുറത്തിറങ്ങി ഞാൻ കളിക്കാറുള്ളൂ, ഞാൻ ഒളിച്ചിരുന്ന് കളിക്കൂല. അതുപോലെ തൊപ്പി എൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാൻ പറഞ്ഞ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊപ്പി, ചെകുത്തായി, അലൻസ് ജോസ്, പിന്നെ ആറാട്ടണ്ണായി, ഈ ഇത്രയും പേര് ഇവരെല്ലാവരും കൂടെ ചേർന്നാണ്. കാര്യം ഈ ആറാട്ടണ്ണായി അലൻ ജോസിനെ കുറ്റം പറയും, അതാണ് ഇതാണ് പെണ്ണുപിടിയനാണ് അത് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അലൻ ജോസിന് ഈ ഇടയ്ക്കൊരു വീഡിയോ ഒക്കെ വളരെ വൈറലായിരുന്നു പെൺകുട്ടിയായിട്ട്. അതിനെ കുറിച്ച് എന്താണ് പറയുള്ളത്? അതല്ലേ പറയുന്നത്. അപ്പോൾ ഓപ്പണായിട്ട് പറഞ്ഞല്ലോ. അത് അവൻ പറയുന്ന ആ പെണ്ണിൻ്റെ മടിയിൽ കിടന്നിട്ടുണ്ട്, ഉമ്മ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള കാര്യമാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നടന്നിട്ട് ഞാൻ കണ്ടിട്ടില്ല, നടന്ന് കാണുമായിരിക്കും. പിന്നെ അല്ലെങ്കിൽ ആലോചിക്കണ്ട, യവൻ അവരെ കെട്ടാന്നൊക്കെ പറഞ്ഞല്ലേ ഇങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട് നടന്നത്. പിന്നെ അവരെ കെട്ടാത്ത കാര്യം എന്താണ്? അവസാനം മണ്ണഞ്ചാരി എന്നവൻ പെണ്ണ് കൊണ്ടുപോയി. മനസ്സിലായില്ലേ? മണ്ണഞ്ചാരി എന്നവൻ പെണ്ണ് കൊണ്ടുപോയി. അതാണ് ഞാൻ പറഞ്ഞത്. ആറാട്ടെണ്ണനും അലൻ ജോസും ചെകുത്താനും ഈ കൊക്കല്ല തൊപ്പി ഉണ്ടല്ലോ, മറ്റേ ആ വേട്ടവളിയെ, തൊപ്പി എന്ന മരവാഴ എന്നേ പറയുള്ളൂ. അവർ ഭയങ്കര സ്റ്റാൻഡേർഡാണ്, അവന് ഭയങ്കര ഫാൻസാണ്, എല്ലാം ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. കാര്യം അവൻ എന്നെ ഓപ്പണായിട്ടാണ് ചീത്ത വിളിച്ചത്. അതാണ് അവൻ്റെ സ്റ്റാൻഡേർഡ്. അവൻ എന്തോന്ന് സ്റ്റാൻഡേർഡ് ഇരിക്കുന്നത്? അല്ലെ തന്നെ ഈ തൊപ്പിക്ക് ആര് പെണ്ണ് കൊടുക്കും? അവനെ കണ്ട ആര് പെണ്ണ് കൊടുക്കും? അവൻ പറയണം എൻ്റെ മോൻ നോക്കുക, അതാണ് ഇതാണെന്ന് പറയണം. എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് എന്തൊരു പ്രശ്നമില്ല. എന്നെ ഇനി ആരും നോക്കാൻ വേണ്ട. എന്നെ ഇഷ്ടപ്പെട്ട ഒരു പെണ്ണ് എനിക്ക് വന്നിട്ടുമുണ്ട്, എനിക്ക് 2 മക്കളും ആയിട്ടുണ്ട്. നിനക്കൊക്കെ ആര് പെണ്ണ് തരോടാ തൊപ്പി? ഇവ വന്നിട്ട് എന്നെ ഭയങ്കര ചീത്തയൊക്കെ എന്നത് പറഞ്ഞത്. എനിക്ക് പറയാനുള്ളത്, യവന്മാരെല്ലാവരും ഒരൊറ്റ കെട്ടാണ്. അതാണ് പറയണത്. ഇവർ ഒറ്റ കെട്ടാണ്. അവർ അമ്മച്ചിയുടെ മക്കൾ, നമ്മൾ വെറും മക്കൾ. മനസ്സിലായല്ലേ? ഇതാണ് സംഭവം. ഞാൻ വേറെ വീഡിയോയിലും ചേട്ടൻ ഇങ്ങനെ ഒരു ഡയലോഗ് പറയുന്നത് കേട്ടിരുന്നു. ശരിയല്ലേ? ഞാൻ ശരിയായിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞത്. ഇവരെല്ലാവരും ഒരൊറ്റ കൂട്ടാണ്. ഒറ്റ കൂട്ടായത് കൊണ്ടാണ് ഇവർ വീഡിയോ ആയിട്ട് ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കാര്യമല്ലേ പറഞ്ഞത്. അതുപോലെ തന്നെ തൊപ്പിയുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ മരവാഴേ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ റൂമിനകത്തിരുന്ന് നീ കുരയ്ക്കാതെ എൻ്റെ പബ്ലിക്കായിട്ട് നീ ആദ്യം വെളിയിൽ വാടാ. നീ വെളിയിൽ വന്നിട്ട് സംസാരിക്കാൻ നോക്ക്. ചേട്ടാ, ഈ ഇടയ്ക്ക് ചേട്ടൻ ഇത് റിയാസ് സലീമിനെ പറ്റി ഇതുപോലൊരു വളരെ മോശമായിട്ടൊരു അവൻ്റെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കൊണ്ട് മടുത്ത് റിയാസിനാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അവൻ ശരിക്കും ഒരു പേര് റിയാസ് എന്നാണ്, അപ്പോൾ ആണിൻ്റെ പേരാണ്. അവൻ പെണ്ണാവണം. എത്രയോ പേര് സർജറി ചെയ്ത് പെണ്ണാവുന്നു. ആണാണോ പെണ്ണാണോ? അതിപ്പോ ഒരാളുടെ പേഴ്സണൽ ഇതല്ലേ. അവര് അങ്ങനെ പബ്ലിക്കായിട്ട് അങ്ങനെ പറയാത്തപ്പം അവർക്കത് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറയുന്നത്. അത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റുന്ന ആൻസർ എന്തെന്നറിയാമോ? അവൻ പെണ്ണായിട്ട് നടക്കുക. അവൻ പെണ്ണാണ്. കാര്യം അവൻ്റെ വീഡിയോയിൽ കംപ്ലീറ്റ് ആ ലിഫ്റ്റിക്ക് ഇടുന്നതും പിരിയത്തിൽ അത് വരട്ടണതും ഇത് വരട്ടണതും പിന്നെ മൂലത്തിൽ പൗഡർ ഇടുന്നതും ഇതൊക്കെയാണ് അവൻ്റെ ജോലി. വന്നതിന് കുറേ ഇംഗ്ലീഷും. ചേട്ടാ, അതിപ്പോൾ ഈ മേക്കപ്പ് സാധനങ്ങൾ ആ പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്നില്ലല്ലോ. നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മളൊരു ഷോർട്ട് ഫിലിമോ അങ്ങനെയുള്ള സിനിമയിലൊക്കെ പോകുമ്പോൾ നമ്മൾ മേക്കപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അവൻ എന്നാലും റിയാസ് എന്നുള്ള പേരെന്ന് പറഞ്ഞാൽ ബിഗ് ബോക്സിലേക്ക് അറിയാതെ. എന്നിട്ട് ആ ബിഗ് ബോസിനെ കുറേ കുറ്റവും കൂടാ. ഈ റിയാസ് എന്നുള്ള ഒരു പുള്ളീനെ ഈ ലോകം മൊത്തം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഈ ബിഗ് ബോക്സ് എന്നുള്ള ഒരു പരിപാടിയിലാണ് അറിയപ്പെടുന്നത് തന്നെയല്ലേ. എന്നിട്ട് ബിഗ് ബോക്സിനെ കുറ്റം പറയാൻ യവൻ ഈ യോഗ്യത ഇരിക്കുന്നു. എന്തത് യോഗ്യത? യവൻ എന്നിട്ട് ഒരു കൊച്ചുകുട്ടീനെ ഓരോ പറഞ്ഞു, 15 വയസ്സ് 14 വയസ്സായ കൊച്ചിനെ വരെ യവൻ അപവാദം പറഞ്ഞവനാണ് ഈ റിയാസ്. പിന്നെ അവൻ വിളിക്കണതിൽ എനിക്കൊരു തെറ്റുമില്ല. കൊച്ചു മക്കളെ പറഞ്ഞ അവനെ ഞാൻ തന്നെ വിളിക്കും. എനിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അവൻ പ്രതികരിക്കട്ടെ. അവൻ ചിലപ്പോൾ ഇംഗ്ലീഷിൽ പറയുമായിരിക്കും.
എനിക്ക് ഇംഗ്ലീഷൊന്നും അറിഞ്ഞുകൂടാ, ഉള്ള കാര്യം പറയാല്ലേ. നമ്മൾ മലയാളത്തിൽ അങ്ങ് പയറ്റും, അത് അത്രേ ഉള്ളൂ. കൊടുക്കേണ്ടത് അവൻ്റെ അണ്ണാക്കി തന്നെ ഞാൻ കൊടുക്കും, അത്രേ ഉള്ളൂ. റിവ്യൂസ് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ മികച്ചിരിക്കുന്നത് അശ്വന്ത് ഗോക്കാണ്. അദ്ദേഹത്തിനെ പറ്റി എന്താണ് പറയുന്നത്? അശ്വന്ത് ഗോക്കിന് എനിക്ക് പറയാൻ വെച്ച് കഴിഞ്ഞാൽ അളിയനെ ഞാൻ കുറ്റം പറയുന്നില്ല. അവൻ ഇപ്പം ഞാൻ പറയുന്ന പോലെ രീതിയിലേക്കാണ് പുള്ളി പറയുന്നത്. കാര്യം ഞാൻ പുള്ളിയെ കോപ്പി അടിച്ചല്ല ഞാൻ പറയുന്നത്. അശ്വന്ത് ഗോക്ക് ഒരു സിനിമ കണ്ട് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ഡയറക്ടർ, സ്ക്രിപ്റ്റിങ്, എല്ലാം പ്രൊഡക്ഷൻ, എല്ലാ കാര്യങ്ങളും പുള്ളി പറയാറുണ്ട്. ആ പറയുന്ന കാര്യങ്ങളും കറക്റ്റാണ്. ഇപ്പം മമ്മൂക്കയുടെ പടം ഇറങ്ങി ടർബോ ഇറങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ഹൈപ്പായിട്ട് കൊടുത്തതാണ്. ഹൈപ്പായിട്ട് കൊടുത്ത് വന്ന് ഞാനും പോയി പടം കണ്ട്, ഫസ്റ്റ് ഷോയ്ക്ക് ഞാൻ പോയി കണ്ടതാണ്. പോയി കണ്ടിട്ട് ഞാൻ റിവ്യൂ പറഞ്ഞു. ഞാൻ റിവ്യൂ പറയാൻ വേണ്ടി നമുക്ക് അത് കൊള്ളൂല എന്ന് എപ്പോഴും പറഞ്ഞ് മമ്മൂട്ടി ഫാൻസും കാര്യങ്ങളും നിൽക്കണം. പക്ഷേ ഞാൻ ധൈര്യത്തോടെ പറഞ്ഞു കൊള്ളൂലെന്ന് തന്നെ പറയാം. അത് മോഹൻലാലിൻ്റെ ആയിരുന്നാലും മമ്മൂക്കയുടെ പടം ആയിരുന്നാലും സ്ക്രിപ്റ്റിംഗ് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ കൊള്ളൂലെന്ന് പറയും. പക്ഷേ മമ്മൂക്കനെ ഞാൻ കൊള്ളൂലെന്ന് ഒരിക്കലും പറയൂല. അതിൽ കുക്ക് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. കുക്ക് പറഞ്ഞതിൽ 100% സത്യമായിട്ടുള്ള കാര്യമാണ്. അത് നല്ല കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ പിന്നെ കൊക്കിനടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഒരു നടന്മാരെയും ഓരോ സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് അവൻ ഓരോ സിനിമയിലെ വേഷം കേട്ടോ. മലക്കോട്ടെ വാലിബനിലെ ലാലേട്ടൻ്റെ വേഷത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഹായ് ഫ്രണ്ട്സ് ഞാൻ കൂക്കാണെന്ന് പറഞ്ഞിട്ട് വന്ന് അങ്ങനെയൊക്കെ ആക്ഷേപിക്കരുത്. ഒരു നടന്മാരെ ആക്ഷേപിക്കരുത്. നിനക്ക് പറയാം, നീ സിനിമ കണ്ട് നിൻ്റെ പൈസ കൊടുത്ത സിനിമ ആണ്, ഞാൻ എൻ്റെ പൈസ കൊടുത്ത സിനിമ ആണെന്ന്. അപ്പോൾ എനിക്ക് പറയാം, എനിക്കതിൻ്റെ അഭിപ്രായം പറയാം. ഞാൻ എൻ്റെ പൈസ കൊടുത്ത് കണ്ടിട്ടാണ് പറയുന്നത്. പക്ഷെ ഒരു നടന്മാരെയും ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ പാടില്ല. സിനിമ കൊള്ളൂലെങ്കിൽ ഇപ്പം പറയുന്ന രീതിയിൽ കൊള്ളൂല എന്ന് പറഞ്ഞാൽ അത് ഞാൻ അംഗീകരിക്കുന്നു. അതിൽ ഞാൻ പുള്ളിനെ 110% അംഗീകരിക്കുന്നു. നല്ല കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഒരു നടന്മാരെയും അനാവശ്യം പറയാൻ പാടില്ല. ഇപ്പൊ ഈ ടർബോ സിനിമ ഇറങ്ങിയപ്പം അടിച്ചു കയറുക എന്നും പറഞ്ഞൊരു ഡയലോഗ് ഭയങ്കര ഫേമസ് ആയി. ചേട്ടൻ അയ്യേ, അതെന്തൊരു ഡയലോഗ്? അടിച്ചു കയറി വാന്ന് പറയണത് എനിക്കത് വലിയ ഡയലോഗായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞൊരു സിനിമ, ഒരു ജലാത്സവം സിനിമയ്ക്കകത്ത് റിയാസ് ഖാൻ പറഞ്ഞൊരു ഡയലോഗാണ് അടിച്ചു കയറി വാ. ഇപ്പോഴ് മലയാള ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നെന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ വൈറലായ കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ നാഗസൈലന്ത്രിയുടെ ഡയലോഗാണ് പ്രയാമ്പലൂറാണ്. പിന്നെ നടികരിൽ അവരെ കുന്നുവാവ എന്നുള്ളൊരു പാട്ടുണ്ട്. അത് നമ്മുടെ സിനിമാ നടി ഭാവന അതിൽ റീൽസ് ചെയ്യുന്നുണ്ട്. അപ്പം അതേപോലെ ഒരുപാട് പേരെ കാര്യങ്ങൾ ഇപ്പം ഈ സിനിമയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ള പുതിയ ഇറങ്ങുന്ന പടങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ ഒരുപാട് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെ നിങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അവസരം കൂടെ നിങ്ങൾ കൊടുക്കണം. ഇപ്പോൾ ഒരു സെലിബ്രിറ്റീനെ, ഇപ്പം വലിയ സെലിബ്രിറ്റി, ഇപ്പം എൻ്റെ മക്കളടുത്ത് ഇന്ന നടീനെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മഹിമ നമ്പേരെ അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിഞ്ഞുകൂടാ. നാഗസൈലന്ത്രി എന്ന് പറഞ്ഞാൽ അറിയാം, ആറാട്ടണ്ണെന്ന് പറഞ്ഞാൽ അറിയാം, അവരറിയാം. മനസ്സിലായില്ലേ? അവരും ഒരു വലിയ സെലിബ്രിറ്റി പോലെയാണ്. അപ്പോൾ അവരെയും ഇതിലോട്ട് എടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായില്ലേ? അതിലൊരു തെറ്റില്ല. കാര്യം നമ്മൾ എന്തെങ്കിലും ഒരു ഡയലോഗ് പറയുകയാണെങ്കിൽ അതിന് അവിടുത്തെ സിനിമാക്കാരെടുത്ത് ആ സിനിമയിൽ അങ്ങ് കയറ്റും. നമുക്ക് വേണമെങ്കിൽ പരാതി കൊടുക്കാം. ആ നാഗസൈലന്ത്രം എന്ന് പറഞ്ഞാൽ അവർക്ക് പരാതി കൊടുക്കാം. അവരത് ഫേമസ് ആയിട്ടുണ്ട്. പക്ഷേ അവർക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കോടികൾ വാരിയല്ല പടം, അവർക്ക് വല്ല കൊടുത്തിട്ടുണ്ടോ? സിനിമാക്കാരെ കുറ്റം പറയുന്നതല്ല, വല്ലതും കൊടുക്കണം. അവരെ ഡയലോഗ് കൊടുത്ത് അവർക്ക് വേണമെങ്കിൽ കേസിൻ്റെ രീതിയിൽ പോയി കഴിഞ്ഞാൽ അവർ പറയണ പൈസ കൊടുത്താലേ പറ്റൂ. അത് അങ്ങനെയുള്ള കാര്യം. ഞാൻ സത്യമായിട്ട് പോകുന്ന രീതിയിലാണ്. ഞാൻ ഉള്ളതല്ലോ പറയും. മനസ്സിലായില്ലേ? ആണ് എൻ്റെ സ്വഭാവം. ചേട്ടാ, അപ്പം ചേട്ടൻ തന്നെ അവരെ കോമാളിന്ന് വിളിക്കുന്നത്. അപ്പൊ ചേട്ടൻ ഇപ്പൊ ഇത്ര കുറെ പ്രായമൊക്കെ ആയില്ലേ, അപ്പൊ ചേട്ടൻ ഇങ്ങനെ കോമാളിത്തരം കാണിച്ച് കിടക്കുന്നതിന് അപ്പൊ അതിനെന്ത് പറയാൻ പറ്റും? അപ്പൊ എന്നെ കോമാളിയാക്കണാണ്, എന്നെ കോമാളിയാക്കാനാണ് ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത്. ചേട്ടൻ തന്നെ അല്ലേ പറഞ്ഞ അവരൊക്കെ കോമാളിയാണെന്ന്? പിന്നെ അവർ കോമാളിയല്ലേ കാണിക്കുന്നത്, കോമാളിത്തരമല്ല കാണിക്കുന്നത്. അപ്പൊ പിന്നെ ചേട്ടൻ കാണിക്കുന്നത് എന്താണ്? അല്ല, ഞാൻ നിങ്ങൾ ആവശ്യമില്ലാത്ത ചോദ്യം എന്റെ അടുത്ത് ചോദിക്കണ്ട. പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്നെ ചോദിക്കണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്നെ ഇവിടെ ഇരുത്തിയാൽ മേലെ നിങ്ങൾ എന്നെ പറഞ്ഞുകൂടാ. പറഞ്ഞു മനസ്സിലായില്ലേ? എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ചേട്ടൻ തന്നെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. എന്റെ ഭാര്യയ്ക്ക് കുഴപ്പമില്ല, കാണുന്നവർക്ക് കുഴപ്പമില്ല, അവരെല്ലാം സപ്പോർട്ട്. പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ കോമാളികൾ വിളിക്കുന്നത്? അതങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതല്ല എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം, എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അത് നിങ്ങളത് ചോദിക്കേണ്ട കാര്യമല്ല. വ്യക്തിപരമായിട്ട് കാര്യം നിങ്ങൾ എന്തിനു ചോദിക്കണം? അല്ല, ഞാൻ പോണ്. എനിക്ക് ചേട്ടൻ സമാധാനം. ചേട്ടൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് ഞങ്ങൾ ചോദിച്ചത്. അല്ല, അവർക്ക് കോമാളിത്തരം കാണിക്കാൻ പിന്നെ എനിക്ക് കോമാളിത്തരം കാണിക്കും. ഞാൻ ഒരു നല്ല കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്ക് ആരും അംഗീകരിക്കില്ല. പിന്നെ ഞാനൊരു കോമാളിയായപ്പോൾ എല്ലാവർക്കും നെഗറ്റീവ് മതി. ആ കാര്യം കൊണ്ട് ഞാൻ ചെയ്തത്. അത് എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മക്കൾക്കൊക്കെ ഇഷ്ടമാണ്, എൻ്റെ അമ്മയ്ക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, എൻ്റെ നാട്ടുകാർക്കും ഇഷ്ടമാണ്. അതിനിപ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം?
ചേട്ടാ അങ്ങനെ പ്രശ്നമെന്നല്ല പറഞ്ഞത്, ചേട്ടൻ അവരെ കളിയാക്കിയത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അവരെ നിങ്ങൾ ഈ ആവശ്യമില്ലാതെ ഉത്തരം മുട്ടുന്ന കാര്യങ്ങൾ എൻ്റെ ചോദിക്കണ്ട. ഞാൻ ഉള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ ഉള്ള കാര്യം പറയാം. ഞാൻ ഇതിനൊക്കെ വരാത്ത കാര്യം ഇതാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? നിങ്ങൾ ആദ്യം നിങ്ങളെ കാര്യം നോക്ക്. നിങ്ങൾ എന്തിനാണ് എന്നോട് വിളിച്ച് വരുത്തിയത്? നിങ്ങൾ എന്തിനാണ് എന്നെ വിളിച്ച് വരുത്തിയത്? ഇങ്ങനെ റിവ്യൂ പറയാൻ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി തന്നല്ലേ? അപ്പം നിങ്ങൾ അത് ചോദിക്കണ്ടേ? പിന്നെ നിങ്ങൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യം തോന്നുന്നു. നിങ്ങൾ അതിൻ്റെ ആവശ്യം തോന്നുന്നു. നിങ്ങൾ ചേട്ടൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ ചൊല്ലിയാണ് ഞാൻ ചോദിച്ചത്. പിന്നെ ഞാൻ അത്രയ്ക്ക് വെറും വൃത്തികെട്ടവനാണോ? നിങ്ങൾ അങ്ങനെയാണോ നിങ്ങൾ പറയണത്? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാൻ പറ്റും, കണ്ട് ചോദിക്കും. ചേട്ടാ ശരി, പറഞ്ഞാൽ മനസ്സിലായില്ലേ? ചേട്ടാ ചൂടാവാതെ. ചേട്ടൻ മിമിക്രി ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. നിങ്ങളിപ്പോൾ മിമിക്രി ഒക്കെ ചെയ്യുമായിരുന്നു. നിങ്ങളിപ്പോൾ എന്നെ ഒരുമാതിരി ഇമോഷണൽ ആക്കിയില്ലേ? അത് വീഡിയോ കേട്ടാ, അതെങ്ങനെയല്ലേ ഒരു ചോദ്യം ഉത്തരവൊക്കെ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ രീതിയിൽ നോക്കി സംസാരിക്കണം. അത് ഞാനല്ലെങ്കിൽ വേറെ ആരും ഒന്നും നിങ്ങൾ അതിൻ്റെ രീതിയിൽ സംസാരിക്കുക. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഓക്കെ ചേട്ടാ. ഈ ബിഗ് ബോസ് കാണാറില്ലേ? ബിഗ് ബോസ് ഒക്കെ ഞാൻ കാണും. അപ്പം അതിനകത്തില് ഈ സീസൺ 5 വിന്നറായ അഖിൽ മാരാർ, പുള്ളിയെ പറ്റി എന്താണ് അഭിപ്രായം? അഖിൽ മാരാർ നല്ലൊരു മനുഷ്യനാണ്. ഈ അഖിൽ മാരാർ നേരത്തെ ഒരു ഡയറക്ടറായിരുന്നു. നേരത്തെ ജോർജ് ജോർജിൻ്റെ ഒരു പടം ഡയറക്ടർ ഉണ്ടായിരുന്നു ഈ ബിഗ് ബോക്സിൽ പോകുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ പുള്ളിക്ക് ഒരു വലിയ ഡയറക്ടർ ആവണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ ഒരുപാട് ജ്യൂസ് കടയിൽ പോയി അതും ഇതൊക്കെ ചെയ്ത് എല്ലാം ഞാൻ പറയാതെ തന്നെ അഖിൽ മാരാറിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. ബിഗ് ബോക്സിൽ വന്നപ്പോൾ തന്നെ അറിയാം. അപ്പം അഖിൽ മാരാർ ആയത് ഏഷ്യനെറ്റ് എന്നുള്ളൊരു ചാനലിലാണ് വന്നതിന് ശേഷമാണ്. ലാലേട്ടന് അവതാരകനായിട്ട് വന്ന് ലാലേട്ടന് ബിഗ് ബോക്സിൽ വന്ന് ലാലേട്ടൻ്റെ ഇതിൽ വന്ന് ചെയ്ത് വന്ന് അതിൽ പ്രൈസ് വരെ അടിച്ചു ഫസ്റ്റ്. എന്തുകൊണ്ട് അവർക്ക് കൂടാലോചന ചെയ്ത് അഖിൽ മാരാറിനെ മാറ്റിക്കൂടി? അഖിൽ മാരാർ വിന്നറായതിനു ശേഷം തന്നെ ലോകം മൊത്തം അറിഞ്ഞ് എല്ലാ ഭാഗ്യങ്ങളും വന്ന് തുടങ്ങിയത്. പിന്നെ നമ്മൾ ഏഷ്യാനെറ്റ് ചാനലാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നത്. അപ്പോൾ അഖിൽ മാരാറിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. പക്ഷേ നിങ്ങൾ ചേട്ടാ നിങ്ങൾ ഏഷ്യാനെറ്റ് ചാനലിൽ നിങ്ങൾ ഇത്രയും വൈറലായിട്ട് നിങ്ങൾ എന്തിനാണ് ആ ചാനലിനെ കുറ്റം പറയുന്നത്? നിങ്ങൾ അവിടെ ഇങ്ങനെയാണ് നടക്കണത്, അങ്ങനെയാണ് നടക്കണത്. അങ്ങനെയാണ് ചേട്ടൻ്റെ തെളിവുണ്ടെങ്കിൽ ചേട്ടാ തെളിവ് കൊണ്ടുവന്ന് കാണിക്കേ. ഞാൻ നിങ്ങളെ ഞാൻ അത്രേ പറഞ്ഞോളൂ. കാര്യം നിങ്ങളുടെ അടുത്തൊരു ബഹുമാനം കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. അപ്പം നിങ്ങളെല്ലാ തെളിവുണ്ടെങ്കിൽ നിങ്ങളെ ഇത് പറയുമ്പോഴത്തേക്ക് മലയാളത്തിലെ ഒരു മഹാനടൻ എന്ന് പറയുന്നത് ലാലേട്ടൻ അവതരിപ്പിക്കുന്ന പ്രോഗ്രാമാണ് ഏഷ്യാനെറ്റിൽ. പുള്ളിക്കും കൂടെ അതൊരു പ്രശ്നമാണ്. അപ്പം നിങ്ങൾ പറയാൻ ലാലേട്ടൻ പാവമാണ്. പക്ഷേ നിങ്ങളിത് പറയുമ്പോൾ ലാലേട്ടൻ്റെ കരിയറിനെ കൂടെ അത് ബാധിക്കുകയാണ്. നിങ്ങളത് ചിന്തിക്കണം ചേട്ടാ. നിങ്ങളാക്കി കൊണ്ടുവന്നത് ബിഗ് ബോസ് എന്നുള്ള പരിപാടിയാണ്, ഏഷ്യാനെറ്റാണ് കൊണ്ടുവന്നത്. അപ്പം നിങ്ങൾ ഒരിക്കലും അത് പറയാൻ പാടില്ല ചേട്ടാ. നിങ്ങളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളെ മനസ്സിൽ വെക്കുക. നിങ്ങളിത് പറയുമ്പോൾ നിങ്ങളെ ഒരുപാട് ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് പറയും. ചേട്ടാ വളർത്ത അറിയാമെങ്കിൽ കൊല്ലാനും അറിയാം. പറഞ്ഞ മനസ്സിലായ? വളർത്ത അറിയാമെങ്കിൽ കൊല്ലാനും അറിയാം. എത്രയേ വലിയ നടന്മാരുണ്ട്, എത്രയേ വലിയ നടിമാരുണ്ട്. അവരൊക്കെ ഇപ്പോൾ ഉണ്ടാ? ഇല്ലല്ലേ? ദാ പോയി. മനസ്സിലായില്ലേ? അതായത് ഒരുമാതിരി വളിവിട്ട വർത്താനം പറയല്ലേ ചേട്ടാ. ഉള്ള കാര്യം പറയല്ലേ. ഒരു ബഹുമാനം ഉള്ളതുകൊണ്ട് പറയണേ, ഒരുമാതിരി വളിവിട്ട വർത്താനം പറയരുത്. അതെനിക്ക് പറയാനുള്ളൂ. ഈ ബിഗ് ബോസിൽ വിളിച്ചാൽ പോകുമോ? ബിഗ് ബോസിൽ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ താല്പര്യമൊന്നുമില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പം അങ്ങനല്ലേ ബിഗ് ബോസിൽ ചെന്നിട്ട് ഒരു ജാസ്മിനെ വെച്ച് ഇനി വയ്യ. പിന്നെ ഞാനും കൂടെ പോയി കഴിഞ്ഞാൽ ഇതിനപ്പുറമായിരിക്കും. പിന്നെ കഴിഞ്ഞാൽ അവർ ഒരു വിളിച്ച് കഴിഞ്ഞാൽ ചിലപ്പം പോകാതൊക്കെ ഇരിക്കാം. അതൊക്കെ പിന്നുള്ള കാര്യങ്ങൾ. എനിക്ക് പോകാൻ താല്പര്യമൊന്നുമില്ല. പിന്നെ സിനിമയിൽ അഭിനയിക്കണം എന്ന താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. ആ താല്പര്യമൊക്കെ എനിക്ക് പോയി. ഞാൻ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ പോയിട്ടൊക്കെ ഞാൻ മടുത്തതാണ്. ഞാൻ ആ താല്പര്യമൊക്കെ പോയി. കാപ്പയിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയി പൃഥ്വിരാജിൻ്റെ കൂടെ. പൃഥ്വിരാജ് എന്ന് ഞാൻ നമ്മളെ നാട്ടുകാരൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പൃഥ്വിരാജിൻ്റെ കൂടെ പോയി അത് ചെയ്ത് ഇത് ചെയ്യുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്കുള്ള കാര്യം പറയാമല്ലോ. ഞാൻ അവിടെ ചെന്ന് ഞാൻ തിരിച്ച് പോകാനായിട്ട് പോയതാണ്. ഒരു പുല്ല് വില പോലും ഇല്ല ജൂനിയർ ആർട്ടിസ്റ്റിന്. വരി 10 മണിയാകുമ്പോൾ പറയും ചായയും കടിയും കുടിക്കുകയും വരി, ഇതൊക്കെയാണ് പറയണത്. പിന്നെ എന്തിനു പോണത്? അതുകൊണ്ട് ഞാൻ വിചാരിച്ച് നമ്മളുടെ കഴിവുണ്ട്, ഒരു കലാകാരനാണ്, അത് മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രയത്നത്തിലാണ്. ഇഷ്ടപ്പെട്ട നടൻ സന്തോഷ് പണ്ഡിറ്റ്. അതെന്തുകൊണ്ടാണ്? അയ്യോ നിങ്ങളെന്തിന് കളിയാക്കണത്? അല്ല കളിയാക്കിയതല്ല, ആദ്യമായിട്ടാണ് സന്തോഷ് പണ്ഡിറ്റിനെ ഇഷ്ടമെന്ന് ഒരാൾ പറയുന്നത്. സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്നത് നല്ലൊരു നടനാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ മലയാളത്തിൽ ഒരുപാട് നടന്മാരുണ്ട്. ഒരുപാട് നടന്മാരിൽ ഡയറക്റ്റ് ചെയ്യാൻ പറ്റുമോ? പാട്ട് പാടാൻ പറ്റുമോ? എല്ലാവർക്കും പറ്റില്ലല്ലോ.
ഡയറക്റ്റ് ചെയ്യാനും പാട്ട് പാടാനും പിന്നെ മേക്കപ്പ് ചെയ്യാനും പിന്നെ കോസ്റ്റ്യൂം കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും പുള്ളിയാണ് ചെയ്യുന്നത്. മ്യൂസിക് വരെ പുള്ളിയാണ് ചെയ്യുന്നത്. ഇത് കണക്ക് ഏതെങ്കിലും നടന്മാർ ചെയ്യുമോ? ഇല്ല. ഒരു സിനിമയിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ട് അതെല്ലാം പുള്ളിയാണ് ചെയ്യുന്നത്. പുള്ളിയുടെ അണ്ടറിലാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ. പുള്ളി വേറെ അസിസ്റ്റൻറ്റോ കാര്യങ്ങളോ അങ്ങനെ ആരെയും വെച്ചിട്ടൊന്നല്ല പുള്ളി ചെയ്യണം. പുള്ളിയുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നത്. ഞാൻ സന്തോഷ് പണ്ഡിറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഭയങ്കര. ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല, കാണാൻ എനിക്ക് വലിയ താല്പര്യമാണ്. അപ്പം ആദ്യമേ പറയുന്നു മിമിക്രി ചെയ്യുമെന്ന്. ഒരു 2 മിമിക്രി ചെയ്ത് കാണിക്കും. മിമിക്രി ചെയ്യുമല്ലോ, പിന്നെ അത് ചെയ്യാമല്ലോ. മിമിക്രി നമ്മുടെ ഷമ്യത്തിലൊക്കെ ദേവാസുരം എന്ന സിനിമയിൽ നെപ്പോളിയൻ എന്നുള്ളൊരു വില്ലൻ ക്യാരക്ടറിന് കൊടുത്ത ഒരു വോയിസാണ് ചെയ്യാൻ പോകുന്നത്. ദേവാസുരം എന്ന സിനിമയിൽ. വേണ്ട, നാട്യമൊന്നും എൻ്റെ അടുത്ത് വേണ്ട. ആദ്യം നീലകണ്ഠൻ, പിന്നെ എൻ്റെ അമ്മാവൻ. ഇനി ഏലരിക്കരയിൽ ആർക്കെങ്കിലും നീ പാവിരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ശേഖരനായിരിക്കണം. അതിന് യോഗ്യം ഞാൻ തന്നെയുള്ളൂ. പേടിയല്ല നീലകണ്ഠ, സന്തോഷ. നീ അലങ്കോലമാക്കിയ ഈ ഉത്സവം, ഈ പുരുഷാരം നോക്കി നിൽക്കേ നിന്നെ ഞാൻ തല്ലാൻ പോവാ. നീ തിരിച്ചെങ്ങാനും കൈയെങ്ങാനും പൊക്കിയാൽ പടക്കും കത്തും മാതിരി അങ്ങ് കത്തും. പിന്നെ ജനാർദ്ദൻ്റെ ഒരു വോയിസ് ചെയ്യാം. എല്ലാവരും എടുക്കുന്നവർ കേട്ടമെടുത്ത ഒരു ഡയലോഗാണ്. എട്ടുപൊട്ട് തോമാച്ചോ താൻ പൊന്നപ്പുറല്ലടോ തങ്കപ്പൻ. എടോ എള്ളോ തല്ലി ഓടിക്കണം അവൻ്റെ കാലക്ക്. ഓ എൻ്റെ കാലല്ല അവൻ്റെ കാല് തല്ലി ഓടിക്കാനാ പറഞ്ഞേ. ഉപദേശമല്ല കൊള്ള ബർബ സാറേ, പക്ഷേ തൻ്റെ തന്തയല്ല എൻ്റെ തന്ത. ഇന്ദ്രജിത്തിൻ്റെ ഒരു വോയിസ് ചെയ്യാം. 2-3 നടന്മാരെ, പഴയ നടന്മാരെ സൗണ്ടൊക്കെ ഞാൻ ചെയ്യും. പക്ഷേ അതൊക്കെ എല്ലാവരും കേട്ടുമെടുത്ത ഡയലോഗുകളാണ്. ക്യാപ് ഹ്യൂമറിൻ്റെ ആയിരുന്നാലും ശരി ഞാനൊരു വികാരി ജീവിയാണ്, അതേപോലെ വേണമെങ്കിൽ എനിക്ക് പറയാം. കാർത്തികേ ഞാനൊരു വികാരി ജീവിയാണ്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. പിന്നെ നമ്മുടെ ഇന്ദ്രജിത്തിൻ്റെ ഒരു വോയിസ്. എന്താണ് നിൻ്റെ പേര്? കേൾക്കാനൊരു ശൈലൊക്കെ ഉണ്ടല്ലോ. പിള്ളേച്ച 10-17 കൊല്ലമായില്ലേ സർവീസിലൊക്കെ വന്നിട്ട്. വട്ടപ്പേര് പറയടാ. മീശ മാധവനല്ലേ? നാളെ വരുമ്പോഴത്തേക്കും മീശ പഠിച്ചു വരണം കേട്ടോടാ. ക്ലീൻ ഷേവ്. ഇന്ദ്രജിത്ത്. പിന്നെ അങ്ങനെ പ്രേം നസീറിനൊക്കെ ഒരുപാട് പേര് ചെയ്യും. അതായത് പ്രേം നസീറിൻ്റെ ഒരു ചെറിയൊരു വോയിസ് എടുക്കാം. വീണ് കിടക്കിന് അടിക്കരുതെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. താഴെ വീണ് കിടക്കിന് അടിക്കരുതെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഗെറ്റപ്പ്. ആരാണ് നീ? അസത്യം പറയണം. ആരെയിലെന്താ? കിഷൻ നായർ എൻ്റെ അച്ഛനാണ്. അനിയ ഞാനാണടാ നിൻ്റെ ജ്യേഷ്ഠൻ പ്രേം. പ്രേം നസീറിൻ്റെ ഒരു ഡയലോഗാണ്. ചേട്ടാ, അപ്പം ഇനി അടുത്ത പ്ലാൻ എന്താണ്? ഇങ്ങനെ സിനിമ റിവ്യൂ പറഞ്ഞു പോയാൽ മതിയോ? ഇപ്പം നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഇഷ്ടമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ റിവ്യൂ പറയുന്നതാണ്. അതൊരു ഗുമ്മാണ്. അത് എനിക്കും ഭയങ്കര ഇഷ്ടമായി തുടങ്ങി. പിന്നെ എങ്ങനെ പോകുന്നുള്ള കാര്യം അറിയില്ല. ഇങ്ങനെ റിവ്യൂ ഒക്കെ പറഞ്ഞ് ഞാനൊരു കലാകാരനാണ്, ഒരു കലയെ സ്നേഹിക്കുന്ന ഒരാളാണ്. പിന്നുള്ള കാര്യം എന്താണെന്ന് എനിക്ക് അറിയില്ല. അത് ഇനി ഇത് പറഞ്ഞു പോയിട്ടുള്ള കാര്യം പറഞ്ഞു പോകാനാണ് താല്പര്യം. പിന്നെ എന്താണ് വരുന്നത് അത് ബാക്കിയുള്ളത് പിന്നെ നോക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. ചേട്ടാ, ഇപ്പം നല്ലോണം മിമിക്രി ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ആ ഒരു ഫീൽഡ് വിട്ടത്? അത് ഒരുപാട് പേര് എന്നെ ഇങ്ങനെ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഇപ്പം ഏഷ്യാനെറ്റിലായിരുന്നാലും ഇപ്പോൾ മഴവിൽ മനോരമയിലൊക്കെ പിന്നെ നമ്മുടെ ഒരു ചിരി ബമ്പർ ചിരിയിലൊക്കെ ഇപ്പോൾ ചെയ്യുന്ന ചേട്ടന്മാരൊക്കെ എനിക്ക് നല്ലവണ്ണം അറിയാം. എന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഞാനും ബാക്കി കാര്യങ്ങളൊന്നും പറയുന്നില്ല. എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസകളൊക്കെ ചിലവായിട്ടുണ്ട്. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആട്ടം ഓടിക്കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഡീസലും പോയിട്ട് ഒരു 10-800 രൂപ കാശ് ഒപ്പിക്കാൻ പറ്റുള്ളൂ. ആ പൈസ കൊണ്ടുവന്നാണ് ഞാൻ ഓരോന്ന് ചെയ്തുകൊണ്ട്. കാര്യം എന്താണ്, നമുക്കൊരു അവസരം കിട്ടാൻ വേണ്ടി, ഫ്ലോറിൽ കയറി നിൽക്കാൻ വേണ്ടി. അതുകൊണ്ട് പേരൊക്കെ എനിക്ക് ഒരുപാട് പേരുകളൊക്കെ അറിയാം. പക്ഷേ അവരൊക്കെ ഇപ്പം എൻ്റെ വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം എനിക്ക് അവരുടെ അടുത്ത് വാശിയല്ല, സ്നേഹമാണ്. അത് ഞാനിപ്പോൾ എൻ്റെ വീഡിയോയിൽ കാണുന്നു. അതിലെനിക്ക് വളരെ സന്തോഷം. അവരോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല, സ്നേഹം മാത്രമാണ്. അതുപോലെ തന്നെ എൻ്റെ എല്ലാ ശത്രുക്കളടുത്തും എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര സ്നേഹമാണ്. നെഗറ്റീവ് പറയുന്ന എല്ലാവരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി നെഗറ്റീവ് പറയുക, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ പറയാനില്ല, അത് ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ചേട്ടൻ ഇവിടെ വരെ വന്ന് നമ്മുടെ ചോദ്യത്തിനൊക്കെ ഉത്തരം സഹകരിക്കുകയും ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ഇനി ചേട്ടൻ പറഞ്ഞ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ഇൻ്റർവ്യൂവിൽ കാണാം. ഓക്കെ.
താങ്ക് യു. ഓക്കെ